ആഘാതമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആഘാതത്തിൽ നിന്ന് ആശ്വാസത്തിലേക്ക് നീങ്ങണം. ആകുലതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആകുലതയിൽ നിന്ന് ആശ്രയത്തിലേക്ക് നീങ്ങണം. അതേപോലൊരു കാര്യമാണ് ഡിസ്കറേജ്മെൻറ്റ്. നിരാശയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഡിസ്കറേജ്മെൻറ്റ് വരുവാൻ സാധ്യതയുണ്ട്. മൂവ് ഫ്രം ഡിസ്കറേജ്മെൻറ്റ് ടു കറേജ്. ആ ഡിസ്കറേജ്മെൻറ്റിൽ നിന്ന് ധൈര്യത്തിലേക്ക്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം. ഈ ഭാഗത്ത് യോശുവയോട് യഹോവയാകുന്ന ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഡിസ്കറേജ്മെൻറ്റിൽ നിന്ന് കറേജിലേക്ക് നീങ്ങണം. ഒരു കാരണവശാലും നിരാശയെ അനുവദിക്കരുത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അനേകർ ഇതേപോലെയുള്ള ഒരു വലിയ ആഘാതം വരുത്തുവാൻ സാധ്യതയുള്ള ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ജോലി നഷ്ടപ്പെടുന്നത് പോലെയുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക എന്ന സംഭവം ഉണ്ടാകുമ്പോൾ ചെന്നു വീഴുന്ന ഒരു കുഴിയാണ് നിരാശ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഞാൻ തൊടുന്നതെല്ലാം പരാജയമായി തീരുമല്ലോ, എനിക്കിനിയും എങ്ങനെയാണ് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്, എൻ്റെ ഭാവി എന്തായിത്തീരും. ഒരിക്കലും അനുവദിക്കരുത്. നിരാശയെ നിങ്ങൾ അനുവദിക്കരുത്. നിരാശയെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ നെഗറ്റീവായിട്ട് അപ്പോൾ ചിന്തിക്കരുത്. ആ സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് വാ തുറന്നു പറയണം. ഏറ്റവും നല്ല ജോലി എനിക്ക് ലഭിക്കുവാൻ പോകുന്നു, പുതിയ വഴി എൻ്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുന്നു, ഒരത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്, ഞാൻ സാമ്പത്തികമായി ഞെരുങ്ങുകയില്ല, ഞാനിതിനെ അതിജീവിക്കുവാൻ പോകുകയാണ്.